കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസ് ആദ്യം കാണുവാനായി വിദ്യാവാഹിനി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാവർക്കും വിദ്യാവാഹിനിയിലേക്ക് സ്വാഗതം. കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ജോബ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. ഈ വീഡിയോയിൽ 4 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. പിന്നെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്താണ്? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ മെത്തേഡ്സ് ആൻഡ് പ്രോസസ് എംപ്ലോയിഡ് ഫോർ ascertaining the cost of products produced or services rendered. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ കോസ്റ്റ് നിശ്ചയിക്കാൻ വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു ബിസിനസ് അവരുടെ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ കോസ്റ്റ് നിശ്ചയിക്കാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകളെയാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. 5 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എന്താണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ അവരുടെ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോളിങ്, അതായത് അവരുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയുള്ള മാനേജീരിയൽ ഡിസിഷൻ, അതായത് ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയുള്ള മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി വേരിയസ് മെത്തേഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് വേസ് ഉപയോഗിച്ച് അവർ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിനെയാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ സർവീസുകളുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയുള്ള മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ഉപയോഗിച്ച് കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വേരിയസ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിനെയാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ 4 ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ്. എന്താണ് ജോബ് കോസ്റ്റിംഗ്? ജോബ് കോസ്റ്റിംഗ് ഈസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് അണ്ടർ വിച്ച് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ജോബ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അതായത് ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഫോമാണ്. അവിടെ ഓരോ ജോലിയും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്റ്റുകൾ, അതായത് ഓരോ ജോലിയുടെയും കോസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണ്? ഒരു ഫോമാണ്. എന്തിൻ്റെ? സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫോമാണ്. അതുപോലെ തന്നെ അതിൽ ഓരോ ജോലിയും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? കോസ്റ്റ്, അതായത് ഓരോ ജോലിയുടെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നത് ജോബ് കോസ്റ്റിംഗ് ഇല്ലാത്ത. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്: സ്പെസിഫിക് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്, അതായത് ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന മേഖലകളിൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ കിട്ടിയാലേ ജോബ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ്, ഓരോ ജോബും ഡിഫറെൻ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റ്, അതായത് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഓരോ സ്പെസിഫിക് ജോബിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. ഷോർട്ടർ ഡ്യൂറേഷൻ, അതായത് ജോബ് കോസ്റ്റിങ്ങിനകത്ത് ഏറ്റെടുക്കുന്ന വർക്കുകളെല്ലാം ഷോർട്ടർ ഡ്യൂറേഷൻ, അതായത് ചുരുങ്ങിയ കാലാവധി അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളായിരിക്കും.
പിന്നെ സെപ്പറേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്, അതായത് ഓരോ ജോബിനും ഓരോ സെപ്പറേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഉണ്ടാവും. നോൺ യൂണിഫോമിറ്റി ഇൻ പ്രൊഡക്ഷൻ, യൂണിഫോമിറ്റി ഉണ്ടാകത്തില്ല പ്രൊഡക്ഷൻ്റെ അകത്ത്. പിന്നെ ലേബർ ഇൻറ്റൻസീവ്, അതായത് ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന മേഖലകളെല്ലാം ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മേഖലകളായിരിക്കും. അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്തതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റാണ്. അതായത് ജോബ് കോസ്റ്റിംഗ് നടക്കുന്ന മേഖലകളിലെല്ലാം ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, എന്തിൻ്റെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ജോബായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കിട്ടും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ജോബ്സ് ആർ ഡിസ്റ്റിങ്ഷ്ഡ്, അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ്സിനെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ്സിൽ നിന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്, എസ്റ്റിമേറ്റുകളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ജോബിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊട്ടേഷൻസ് സെൻഡ് ചെയ്യും. ഈ കൊട്ടേഷൻസിന് അവർ ഒരു എസ്റ്റിമേറ്റ് പ്രൈസ് ഇട്ട് നമുക്ക് തിരിച്ചയക്കും. അപ്പോൾ ഈ വരുന്ന പ്രൈസുകളെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജോബിന് എത്ര എസ്റ്റിമേറ്റ് വരും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ആണ്. അതായത് സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ്, അതായത് കോസ്റ്റ് ഡാറ്റ അത് എന്ന് പറയുന്നത് ഇതുവരെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡാറ്റ, ഇതുവരെ ചെയ്ത വർക്കിൻ്റെ ബേസിസിൽ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പറേഷൻ വളരെ സഹായകരമായിരിക്കും. പിന്നെ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്, ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്ത മേഖലകളിലെല്ലാം മാനേജ്മെൻറ്റിനെ സ്പെഷ്യൽ ഓർഡേഴ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതായത് അവരുടെ സ്പെഷ്യൽ ഓർഡേഴ്സിൻ്റെ സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ജോബ് കോസ്റ്റിംഗ് വളരെ സഹായകരമാണ്. ഹെൽപ്സ് ഇൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടി ജോബ് കോസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്ത വർക്കിൻ്റെ ബേസിസിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജോബ് കോസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്തത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പെൻസീവ്. ജോബ് കോസ്റ്റിംഗ് ബാക്കിയുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് മാത്രമാണ്, അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ കമ്പാരിസൺ, അതായത് ജോബ് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ജോബും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കമ്പാരിസൺ വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യുന്നത് തന്നെ മീനിങ്ലെസ് ആയതുകൊണ്ട്, അതായത് ഓരോ ജോബും യുണീക്ക് ആയതുകൊണ്ടാണ് കമ്പാരിസൺ ചെയ്യുന്നത് മീനിങ്ലെസ് ആണെന്ന് പറയും. അപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ കമ്പാരിസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാൻസസ് ഓഫ് എറേഴ്സ്, അതായത് ജോബ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന മേഖലകളിലെല്ലാം കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് പല തവണയാണ്. ഇതുകൊണ്ട് തന്നെ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഈ കോസ്റ്റുകൾ, അതായത് ഐറ്റംസിൻ്റെ കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് കാരണമാണ് ഇങ്ങനെ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുന്നത്. ബാച്ച് കോസ്റ്റിംഗ്. എന്താണ് ബാച്ച് കോസ്റ്റിംഗ്? Batch costing is a method of costing applied in those concerns where goods are produced in batches and each batch is treated as a cost unit and costs are accumulated and ascertained separately for each batch. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അത് എങ്ങനെയുള്ള കൺസേൺസിനാണ് അപ്ലൈഡ് ആയിട്ടുള്ളത്?
ഗുഡ്സ് ബാച്ചസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസിനെ അപ്ലൈഡ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. അങ്ങനെയുള്ള 2-3 കൺസേൺസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒന്ന് ബേക്കറീസ്, ബിസ്ക്കറ്റ് ഫാക്ടറീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ടയർ ആൻഡ് ട്യൂബ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് എല്ലാം ബാച്ച് കോസ്റ്റിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ബാച്ചസും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് കൺസേൺസ്. എങ്ങനെയുള്ള കൺസേൺസ്? പ്രോഡക്ട്സ് ബാച്ചസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺസേൺസിൽ അപ്ലൈഡ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. അവിടെ ഓരോ ബാച്ചും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതും പിന്നെ ഈച്ച് ബാച്ച്, അതായത് ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് the identification and ascertainment of those costs incurred in completing the manufacture of a specified batch of components. ഈ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഫീച്ചേഴ്സ് ഓഫ് ബാച്ച് കോസ്റ്റിംഗ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോസ്റ്റ് യൂണിറ്റ് ആണ്. ബാച്ച് കോസ്റ്റിങ്ങിനകത്ത് ഓരോ ബാച്ചും ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ ഫീച്ചർ ബാച്ച് നമ്പറാണ്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ബാച്ചും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്, അതായത് ബാച്ച് നമ്പർ ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്യുമുലേഷൻ ആണ്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ബാച്ചിൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുകയും അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നത്. സെപ്പറേറ്റ് ബാച്ച് കോസ്റ്റ് ഷീറ്റ്. ബാച്ച് കോസ്റ്റിങ്ങിനകത്ത് ഓരോ ബാച്ചിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അഞ്ചാമത്തെ ഫീച്ചർ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ബാച്ചിലെ ടോട്ടൽ യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ബാച്ച്. അങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. Difference between job costing and batch costing. Job costing. Job costingൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് കസ്റ്റമറുടെ സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും. ബാച്ച് കോസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ വരാനിരിക്കുന്ന ഡിമാൻഡിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ തന്നെ സ്റ്റോക്കുകൾ ഉണ്ടാക്കി വെക്കും. ജോബ് കോസ്റ്റിംഗ്, അതിൽ ഓരോ ജോബും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആണ്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ബാച്ചും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആണ്. ജോബ് കോസ്റ്റിങ്ങിൽ ഒരു സ്പെസിഫിക് എക്കണോമിക് നമ്പർ ഇല്ല ജോബിന്. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഒരു എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഓരോ ജോബും ഡിഫറൻ്റ് ആണ്. ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിങ്ങിൽ ഓരോ ബാച്ചിലെ പ്രോഡക്ട്സും സിമിലർ ആയിരിക്കും. ഒരു ബാച്ചിലെ എല്ലാ പ്രോഡക്ട്സും സിമിലർ ആയിരിക്കും. ജോബ് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ജോബ്സ് എല്ലാം ഡിഫറെൻ്റ് ഇൻ നേച്ചർ ആയിരിക്കും. ബാച്ച് കോസ്റ്റിങ്ങിൻ്റെ അകത്ത് പ്രോഡക്ട്സ് എല്ലാം ഹോമോജീനസ് ഇൻ നേച്ചർ അല്ലെങ്കിൽ കോമൺ ഇൻ നേച്ചർ ആയിരിക്കും. അതായത് എല്ലാം ഒരേപോലത്തെ നേച്ചറിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും.